Anurag, okay. This call is now being recorded. Good morning, good morning. Good morning all. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് we discussed about main goals of EIA, Environment Impact Assessment. Then we discussed regarding Environment Impact Statement, EIS. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഓർക്കുക. നമ്മൾ ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം EMS മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ദെൻ എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് നമ്മൾ അസസ് ചെയ്യണം. എന്തൊക്കെ പ്രോബ്ലമാണ് ഉണ്ടാക്കുന്നത്, എൻവയോൺമെന്റിൽ ഹ്യൂമൻ ആക്ഷൻ കൊണ്ട് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ആക്ഷൻസ്, മേ ബി ലാൻഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലം, വാട്ടറിൽ ഉണ്ടാകുന്ന പ്രോബ്ലം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യണം. ദെൻ വി ആർ ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ്. ഇപ്പം ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? വെൻ വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് എ ഡാം, അല്ലെങ്കിൽ ഒരു വലിയ ട്രാൻസ്പോർട്ടേഷൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ, ഒരു ഇൻഡസ്ട്രി ഒരു ഏരിയയിൽ വരുമ്പോൾ, അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പ്രസൻസ് എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് നമ്മൾ എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് ത്രൂ ഐഡന്റിഫൈ ചെയ്യുന്നത്. Then in the last session we discussed main parts of environmental impact statement. There we have part 1, part 2, part 3. അതിൽ പാർട്ട് 1 വി ആർ ഐഡന്റിഫൈങ് ഡിഫറെന്റ് മെത്തേഡ്സ് ആൻഡ് കീ ഇഷ്യൂസ്. ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്. വി ഹാവ് എ സമ്മറി ഓഫ് ഡിഫറെന്റ് ഇഷ്യൂസ്. പാർട്ട് 1 ഓഫ് EIS. EIS മീൻസ് എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ്. അതൊരു ഡോക്യുമെന്റ് ആണ്. സ്റ്റഡി ചെയ്ത് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് ഓർക്കുക. ഓക്കെ, ദെൻ ഇൻ ദി പാർട്ട് 2 ബാക്ക്ഗ്രൗണ്ട് ടു പ്രപ്പോസ് ഡെവലപ്മെന്റ്. എന്തൊക്കെ ടാസ്ക് നമ്മൾ ചെയ്യും, അവർ റിക്വയർമെന്റ്, അവർ പ്ലാനിങ്, ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സ് റിഗാർഡിംഗ് ദി സൈറ്റ് സെലക്ഷൻ, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത്, സം കണ്ടീഷൻ, അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഡോക്യുമെന്റിന്റെ പാർട്ട് 2 ആഡ് ചെയ്യുന്നത്. ദെൻ ഇൻ ദി പാർട്ട് 3 എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഓൺ ടോപ്പിക്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മേ ബി വാട്ടർ റിലേറ്റഡ് ആയിരിക്കാം, എയർ ക്വാളിറ്റി ആയിരിക്കാം, ക്ലൈമറ്റ്, ട്രാൻസ്പോർട്ട്, ഇതിൻ്റെയൊക്കെ ഇന്റർ റിലേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പാർട്ട് 3 കംപ്ലീറ്റ് ഡാറ്റ പാർട്ട് 3 ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ടുഡേ വി ആർ ഡിസ്കസിങ് ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് പ്രോസസ്. ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് പ്രോസസ്. നിങ്ങൾ അങ്ങനെ എഴുതുക. സ്റ്റെപ്സ്. ഓഡിബിൾ ആണോ? ഞാൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിഹാരിക, ആഗ്ന, അഹില, ആകർഷ്, അക്ഷര, ബാബുരാജ്. ഓഡിബിൾ അല്ലേ? Okay, so we are discussing EIA process and different procedures. First we start with the screening. നിങ്ങളൊരു ഹൈഫൺ ഇട്ട് എഴുതുക, സ്ക്രീനിങ്. ഓക്കെ, സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേർഡ് മീനിങ് തന്നെയാണ്. വി ഹാവ് ടു ഐഡന്റിഫൈ ദി പ്ലാൻ, വി ഹാവ് ടു ഐഡന്റിഫൈ ദി സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, എത്രമാത്രം ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. ദെൻ വി ഹാവ് ടു ഐഡന്റിഫൈ ലൊക്കേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സ്ക്രീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു മാറ്റർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്ന ഒരു മീനിങ് ആണ് സ്ക്രീനിങ്ങിനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. സോ പ്രൊജക്ട് പ്ലാൻ ഈസ് സ്ക്രീൻഡ് ഫോർ സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ദി ലൊക്കേഷൻ ആൻഡ് ദി ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്. ഇതിനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് സ്കോപ്പിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഗോൾ ആൻഡ് സ്കോപ്പ്, ഏത് ഏരിയയിലാണ് നമ്മൾ ചെയ്യുന്നത്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇമ്പാക്റ്റ്, ഡിഫറെന്റ് മിറ്റിഗേഷൻ പോസിബിലിറ്റീസ്,
ദെൻ നീഡ് ഫോർ മോണിറ്ററിങ്, ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള സ്കോപ്പ്. ഈ സ്കോപ്പും ഗോളിന്റെയും റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത്. സ്കോപ്പിന്റെയും ഗോളിന്റെയും ഒക്കെ റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഔട്ട്കം. അപ്പം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഗോൾസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ഫൈനലി ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ സ്കോപ്പ് ഇൻക്ലൂഡ് ഡിഫറെന്റ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട്. സ്കോപ്പ് ഇൻക്ലൂഡ് ഡിഫറെന്റ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട്, സോൺ ഓഫ് ഇമ്പാക്ട് ആൻഡ് മിറ്റിഗേഷൻ പോസിബിലിറ്റീസ്. എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റിന്റെ പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസി ആയിട്ട് മനസ്സിലാവും. കളക്ഷൻ ഓഫ് ബേസ് ലൈൻ ഡാറ്റ. ഇമ്പാക്ട് അസസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കളക്ട് ദി ഡാറ്റ. നമ്മൾ ഏത് ഏരിയനെയാണോ കുറിച്ചാണോ പഠിക്കുന്നത് അവിടുത്തെ ഡാറ്റ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർ ക്വാളിറ്റി ആണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. ഇമ്പാക്ട് എയറിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സ്ഥലത്തെ എയർ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഡാറ്റ എയറിനെ തന്നെ നമ്മൾ കളക്ട് ചെയ്യണം. അതിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഡിഫറെന്റ് പ്രോസസ് ത്രൂ ഐഡന്റിഫൈ ചെയ്യണം. കളക്ഷൻ ഓഫ് ബേസ് ലൈൻ ഡാറ്റയാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ്. ദെൻ ഫോർത്ത് സ്റ്റേജ് ഇമ്പാക്ട് പ്രഡിക്ഷൻ. ഓക്കെ, ഇമ്പാക്ട് പ്രഡിക്ഷൻ പോസിറ്റീവ് ആവാം ആൻഡ് നെഗറ്റീവ്, റിവേഴ്സിബിൾ ഓർ ഇറവേഴ്സിബിൾ ആവാം, ടെമ്പററി ആൻഡ് പെർമനന്റ് ഇമ്പാക്ട് ആവാം. സോ ദാറ്റ് വി ഹാവ് ടു പ്രഡിക്റ്റഡ്. ഇമ്പാക്ട് പ്രഡിക്ഷൻ ആണ് നാലാമത്തെ സ്റ്റെപ്പ്. പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ആ ഒരു കേസ് ഉണ്ടാവാം അല്ല ഇല്ലാതിരിക്കാം. ആ ഒരു പ്രോബ്ലം വന്നത് ചിലപ്പോൾ ടെമ്പററി ആകാം, പെർമനന്റ് ആവാം. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഫോർത്ത് സ്റ്റേജ് ഇമ്പാക്ട് പ്രഡിക്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് EIA റിപ്പോർട്ട്. EIA പ്രോസസ്സിൽ നെക്സ്റ്റ് ആണ് മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് EIA റിപ്പോർട്ട്. ഓക്കെ, മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ഉണ്ടാക്കുക. ആ ഒരു മീനിങ് ആണ് മിറ്റിഗേഷൻ. കൺട്രോളബിൾ ആയിട്ടുള്ള മെഷേഴ്സ്. ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രിവെന്റ് ആക്ഷൻസ് ആണ് നമുക്കിനി ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ റിപ്പോർട്ടിൽ ഫോക്കസ് ചെയ്ത് വെക്കണം. എയർ ക്വാളിറ്റി ആണ് പ്രോബ്ലം എങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് ഓർ അതിനെ മിനിമൈസ് ചെയ്യാൻ എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് വി ആർ ലിസ്റ്റിംഗ് ഇൻ മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് EIA റിപ്പോർട്ട്. ഒരു ലൈൻ അവിടെ എഴുതി വെക്കുക. ഇൻക്ലൂഡ് ആക്ഷൻ ആൻഡ് സ്റ്റെപ്പ് ഫോർ പ്രിവെന്റിംഗ് ഓർ മിനിമൈസിംഗ് ദി ഇമ്പാക്ട്. പ്രിവെന്റിംഗ് ആൻഡ് മിനിമൈസിംഗ് ദി ഇമ്പാക്ട്. ആകർഷ് ഒരു നമ്മൾ പറഞ്ഞ 4 പോയിന്റ് എത്തിക്കാന്ന് പറഞ്ഞേ. ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സ്ക്രീനിങ്, ദെൻ ആകർഷ്. We have to identify the scope. Then Agarsh, good morning. അരുണിമ തേർഡ് പോയിന്റ് എന്തായിരുന്നു? അശ്വിൻ പവിത്രൻ. അനുരാഗ് കെ. റെസ്പോണ്ട് ചെയ്തേ. അശ്വിൻ ഷാജി എന്ന് റെസ്പോണ്ട് ചെയ്തേ. ഏതൊക്കെ പോയിന്റ് ആണുള്ളത് EIA റിപ്പോർട്ടിൽ? EIA പ്രോസസ്. ഈ ഒരു മൊമെന്റിലെ അറ്റൻഡൻസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. നൈനിക സന്ധി ഒന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? മൈക്കിൽ തന്നെ പറയാൻ അനുരാഗ്. ഓക്കെ, നെക്സ്റ്റ് EIA പ്രോസസ്സിലുള്ള ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് EIA റിപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ആണ് പബ്ലിക് ഹിയറിംഗ്. EIA ഇമ്പാക്ട് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ പബ്ലിക് ഹിയറിംഗ് നമ്മൾ ചെയ്യണം. പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു ഡാം വന്നു അല്ലെങ്കിൽ ഒരു എയർ ക്വാളിറ്റി പ്രോബ്ലം ഉണ്ട്, നമ്മൾ അത് അനുഭവിക്കുന്ന ആളുണ്ടാവും, നിയർ ബൈ പ്ലേസിൽ ജീവിക്കുന്ന ആൾക്കാരോട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിനെയാണ് നമ്മൾ പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്നത്. We have to identify the living beings very close to the project site and must be informed and consulted. നമ്മൾ അവരെ പോയിട്ട് ഐഡന്റിഫൈ ചെയ്യണം, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ടിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി പബ്ലിക് ഹിയറിംഗ് പെർഫോം ചെയ്യണം. ക്ലിയർ ആണെന്ന് കരുതുന്നു പബ്ലിക് ഹിയറിംഗ്. നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് എന്താ നടത്തുന്നത്? ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി ഓർ സം എക്സ്പേർട്ട്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന എക്സ്പേർട്ട് കൺസൾട്ട് ദി പ്രൊജക്ട് ഇൻ ചാർജ് അലോങ് വിത്ത് കൺസൾട്ടന്റ് ടു ടേക്ക് ഫൈനൽ ഡിസിഷൻ. ഒരു ഇൻഡസ്ട്രി കൊണ്ടുവരുന്ന ഒരു പേഴ്സൺ ഉണ്ടാവും, ഒരു മാനേജർ പേഴ്സൺ അല്ലെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ. അവരുമായിട്ട് നമ്മുടെ ഗവൺമെന്റ് അതോറിറ്റി ഓർ ഈ ഇമ്പാക്ട് അസസ് ചെയ്ത ആൾക്കാർ പോയിട്ട് കൺസൾട്ട് ചെയ്യണം, എന്നിട്ട് വേണം ഫൈനൽ ഡിസിഷൻ എടുക്കാൻ. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻവയോൺമെന്റ് ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുക ഓർ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, അതിനൊക്കെയുള്ള മെഷേഴ്സ് അവർ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഫോളോ ചെയ്യണം എന്നുള്ള ഡിസിഷൻ ആയിരിക്കും ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ നിങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി അലോങ് വിത്ത് ദി എക്സ്പേർട്ട് കൺസൾട്ട് ദി പ്രൊജക്ട് ഇൻ ചാർജ് അലോങ് വിത്ത് കൺസൾട്ടന്റ് ടു ടേക്ക് ദി ഫൈനൽ ഡിസിഷൻ. ഓർത്തിരിക്കുക, നമ്മുടെ നാട്ടിലൊരു ഡാം വരുവാണ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി വരുവാണ്, ഡെഫിനറ്റ്ലി ആ പ്രൊജക്ടിന് ഒരു മാനേജർ ഉണ്ടാവും. അപ്പം അത് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്ട് അസസ്മെന്റ് എക്സ്പേർട്ടും അല്ലെങ്കിൽ വേറെയുള്ള ഗവൺമെന്റ് അതോറിറ്റി ഒക്കെ മോണിറ്റർ ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ഇത്രയുള്ള ആൾക്കാർ പോയിട്ട് നമ്മുടെ പ്രൊജക്ട് ഇൻ ചാർജിനോട് ഫൈനൽ ഡിസിഷൻ ഡിസ്കസ് ചെയ്യാണ്, മേ ബി റിഗാർഡിംഗ് പ്രിവെൻഷൻ ഓഫ് ഇമ്പാക്ട് ഓർ ടു റെഡ്യൂസ് ദി ഇമ്പാക്ട്. അതാണ് ഡിസിഷൻ മേക്കിങ്ങിലുള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്ത് അനുരാഗ്, അശ്വൻ, അതുൽ, സെബാസ്റ്റ്യൻ, ദേവിക, ഫാത്തിമ. ക്ലിയർ അല്ലേ? ഓഡിബിൾ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സ് റെസ്പോണ്ട് ചെയ്ത്. ഓക്കെ, then next stage is monitoring and implementation of environmental management plan. Okay, monitor and implementation of various environmental management plan. കമ്പനിയുടെ അവർ മോണിറ്റർ, കമ്പനിയുടെ എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവും, ആ കമ്പനി ഇമ്പാക്ട് കുറക്കാനുള്ള മെഷേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും, അതിനെയൊക്കെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. വി ഹാവ് ടു മോണിറ്റർ ഇംപ്ലിമെന്റേഷൻ ഓഫ് എൻവയോൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ. കണ്ടോ, വേരിയസ് ഫേസസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി പ്രോജക്ട്സ് ആർ മോണിറ്റേഡ്. നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം. ദെൻ ആഫ്റ്റർ മോണിറ്ററിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അസസ്മെന്റ് ഓഫ് ആൾട്ടർനേറ്റീവ്സ്, ഡിലൈനേഷൻ, മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട്. ഓക്കെ, ഒരു പ്രോബ്ലം വന്നാൽ വി ഹാവ് ടു ഐഡന്റിഫൈ ദി ആൾട്ടർനേറ്റീവ്. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരു ഓപ്ഷൻ കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഡിഫറെന്റ് എൻവയോൺമെന്റ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. എന്തെങ്കിലും വലിയ പ്രോബ്ലം വരുവാണെങ്കിൽ, ഇപ്പൊ ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രോബ്ലം ഉണ്ടാക്കുവാണെങ്കിൽ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള കുറെ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ നമ്മൾ ഒരു പ്രൊജക്ടിന് വേണ്ടി ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഓർ വി ഹാവ് ടു ഐഡന്റിഫൈ ഡിഫറെന്റ് ലൊക്കേഷൻ, പ്രോസസ് ആൻഡ് ടെക്നോളജീസ്. നെക്സ്റ്റ് സ്റ്റേജ് ആണ് അസസ്മെന്റ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ആൻഡ് ഐഡന്റിഫൈ ഡിഫറെന്റ് മിറ്റിഗേഷൻ മെഷേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റിസ്ക് അസസ്മെന്റ്. ഇപ്പൊ ഒരു ഡാം ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വലിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്, ഒരു ഹസാർഡസ് പ്രോബബിലിറ്റി ഉണ്ട്. അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഇമ്പാക്ട് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തേക്കണം. അപ്പം ഇമ്പാക്ട് അസസ്മെന്റിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെന്ററി അനാലിസിസ് ആൻഡ് ഹസാർഡ് പ്രോബബിലിറ്റി. എന്തായാലും ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ആഫ്റ്റർ കൺസ്ട്രക്ഷൻ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വേസ്റ്റ് കേസ് എന്താണോ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ്, റിസ്ക് അസസ്മെന്റ്. ഒന്ന് നോട്ട് ചെയ്യാം, റിസ്ക് അസസ്മെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്
ഇമ്പാക്ട് അസസ്മെന്റ് ഡോക്യുമെന്റിലുള്ളത് ഒരു കോള് വരുന്നുണ്ട്, ഒറ്റ സെക്കൻഡ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ HODയുടെ ഒരു കോളിലായിപ്പോയി, സോറി. സോ EIA റിപ്പോർട്ട് ലാസ്റ്റ് പാർട്ട് റിസ്ക് അസസ്മെന്റ് കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഡിഫറെന്റ് കോമ്പണൻസ് ഓഫ് എൻവയോൺമെന്റ് ഇമ്പാക്ട് റിപ്പോർട്ടിലെ ഡിഫറെന്റ് പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഷോൺ, സീനിയ, വിഘ്നേഷ് MC, ഈ പോയിന്റ്സ് ക്ലിയർ അല്ലേ? യെസ്, അഭിനവ് ശ്രീനിവാസ്, താങ്ക് യു. ഇതാണ് ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ EIA. ഇനി നമ്മൾ അതിന്റെ ഒരു റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ്, എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു EIA പ്രൊസീജിയർ ഡയഗ്രാം ആണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ആ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഡിഫറെന്റ് പ്രോസസ്, സ്റ്റാർട്ടിങ് വിത്ത് പ്രൊജക്ട് സ്ക്രീൻ, വൈ ഇറ്റ് ഈസ് നീഡഡ് എന്നുള്ളത്, ദെൻ സ്കോപ്പിംഗ്, ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊജക്ട് ഡെവലപ്മെന്റ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് എൻവയോൺമെന്റ് ബേസ് ലൈൻ, ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തു. വി ഹാവ് ടു പ്രിഡിക്ട് ദി ഇമ്പാക്ട്, ദെൻ വി ഹാവ് ടു ഇവാലുവേഷൻ, ദെൻ വി ഹാവ് ടു ഐഡന്റിഫൈ ഓർ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ വി ആർ ഫൈൻഡിങ് EIS എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഫൈൻഡിങ്സ് റിവ്യൂ ചെയ്യുന്നു, ആൻഡ് വി ആർ ഡിസ്കസിങ് ദി ഡിസിഷൻ, ഫൈൻഡിങ് ഔട്ട് ദി ഡിസിഷൻ, ദെൻ വി ഹാവ് ടു മോണിറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ EIA പ്രോസസ്സിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു ഡയഗ്രാം ഒന്ന് സൂം ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഡയഗ്രാം ഒന്ന് നോക്കുക. ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ EIA റിപ്പോർട്ടാണിത്. സോ വി ഹാവ് ടു കളക്ട് സം ബേസ് ലൈൻ ഡാറ്റ ഫ്രം പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ്. നമ്മൾ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യണം. Then we have to predict the impact based on the experience and mathematical modeling. എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാവും അത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം. Then prediction of environment management plans that used to reduce the impact. റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മെഷേഴ്സ് ചെയ്യണം. ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ഫൈനൽ കോസ്റ്റ്. We have to monitor the data. We have to identify mitigation measures. ഇതൊക്കെയാണ്
ഒരു എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ്. ക്ലിയർ? ഷാനിൽ, സാഹില, രജത്, വിഘ്നേഷ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഞ്ജിത, എന്താ മനസ്സിലായത് അഞ്ജിത? വാട്ട് ആർ ദി ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ EIA പ്രോസസ്? അഞ്ജിത ഒന്ന് മൈക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. അഞ്ജിത. ഗുഡ് മോർണിംഗ്. എന്തൊക്കെ മനസ്സിലായി മോളെ? പ്രൊജക്ട് സ്ക്രീനിങ്, ദെൻ സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഓക്കെ collection of baseline data, ഓക്കെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം. impact prediction, ഓക്കെ മിറ്റിഗേഷൻ ചെയ്യണം, കൺട്രോൾ decision മെഷേഴ്സ്. measures, ഓക്കെ പബ്ലിക് ഹിയറിംഗ് പെർഫോം ചെയ്യണം, ഫൈനൽ ഡിസിഷൻ നമ്മൾ decision മേക്ക് making, ചെയ്യും. എക്സാക്ട്ലി. ദെൻ monitoring and implementation, ഓക്കെ risk assessment. ഓക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ സീരീസിന് 1 മാർക്ക് ഞാൻ എക്സ്ട്രാ തരാം കേട്ടോ. Thank you. ഓക്കെ ദെൻ അശ്വിൻ ഭവിതൻ, ഗുഡ് മോർണിംഗ്. Good morning, sir. ഗുഡ് മോർണിംഗ് അശ്വിൻ. അശ്വിൻ, ഇമ്പാക്ട് അസസ്മെന്റ് എന്താ മനസ്സിലായത്? വാട്ട് ഈസ് EIA എന്ന് ചോദിച്ചാൽ എന്ത് പറയും? EIA. ഓക്കെ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. എന്തിനാ ശരിക്കും അസസ്മെന്റ് പെർഫോം ചെയ്യുന്നത്? അത് എൻവയോൺമെന്റ് കൺസേർവ് ചെയ്യും. ഓക്കെ ഒരു ഡാം ഓർ ഒരു ഇൻഡസ്ട്രി ഓർ ഒരു ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വരുമ്പോൾ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാവുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു. വിത്ത് ഡിഫറെന്റ് പ്രോസസ് ഒക്കെ വെച്ച് സ്റ്റഡി ചെയ്യുന്നു. അതിനെയാണ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ അതിന്റെ മെയിൻ ഗോൾസ് എന്തൊക്കെയാണ്? എന്തിനാ നമ്മൾ ഇതിന് ഇമ്പാക്ട് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് അശ്വിൻ പറഞ്ഞതുപോലെ നമ്മളെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്? പിന്നെ കോസ്റ്റ് എഫിഷ്യൻസി, റിക്കവറി, വേസ്റ്റ് മിനിമൈസേഷൻ, റിസോഴ്സിനെ കൺസേർവ് ചെയ്യുക. ഇതൊക്കെയാണ് EIA എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ എന്നിട്ട് ഡിഫറെന്റ് പ്രോസസ്സ് എങ്ങനെ നമ്മൾ അസസ്മെന്റ് ചെയ്യാന്നുള്ള പ്രോസസ്സ്, സ്ക്രീനിങ്, സ്കോപ്പിംഗ്, കളക്ഷൻ ഡാറ്റ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് ടോപ്പിക് എഴുതുക റിഗാർഡിംഗ് EIA. ലാസ്റ്റ് ടോപ്പിക് ബെനിഫിറ്റ്സ് ഓഫ് EIA. ദേവിക, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ ബെനിഫിറ്റ്സ് ഓഫ് EIA ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇമ്പാക്ട് ഒക്കെ അസസ്മെന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇമ്പാക്റ്റും എല്ലാം അസസ് ചെയ്തു, മോണിറ്റർ ചെയ്തു, കൺട്രോൾ മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനലി എന്താണ് ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്? പോയിന്റ്സ് നോക്കുക. നമുക്ക് എക്കോസിസ്റ്റം അല്ലെങ്കിൽ എൻവയോൺമെന്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ശരിയല്ലേ? എല്ലാ പ്രോബ്ലവും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഇമ്പാക്ട് കുറച്ചു, കൺട്രോൾ മെഷേഴ്സ് എടുത്തു. ഇനി അത് നടക്കില്ല, പ്ലാൻ നടക്കില്ലെങ്കിൽ വി ആർ ഗോയിങ് ഫോർ ആൾട്ടർനേറ്റ്, അടുത്ത പ്ലാനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പബ്ലിക് ഹിയറിംഗ് ചെയ്തു, അതിന്റെ സ്കോപ്പ് ഐഡന്റിഫൈ ചെയ്തു, എല്ലാം നമ്മൾ പക്കയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും? ഇറ്റ് ഷുഡ് ബി എ സസ്റ്റൈനബിൾ ആൻഡ് എൻവയോൺമെന്റ് സേഫ് ഡെവലപ്മെന്റ് ആയിരിക്കും. ശരിയല്ലേ? ശരി. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. എ കോസ്റ്റ് ഇഫക്റ്റീവ് മെക്കാനിസം ഓർ വി ക്യാൻ എലിമിനേറ്റ് ഓർ മിനിമൈസ് ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെന്റ് പ്രൊജക്ട്. ഇപ്പം ദീപിക വന്നിട്ട് ഒരു വലിയൊരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെന്ന് കരുതുക. അപ്പൊ ദേവിക നല്ല രീതിയിലാണ് കമ്പനി തുടങ്ങിയത് എങ്കിൽ നമുക്ക് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ആക്ഷൻസ്, വേസ്റ്റ് വാട്ടർ ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു, സോളിഡ് വേസ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഡംപ് ചെയ്യുന്നു, എയർ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത കമ്പനിയാണ് എങ്കിൽ നമുക്ക് എന്താണ് ത്രൂ ദിസ് അസസ്മെന്റ് നമുക്ക് കുറെ ആക്ഷൻസ് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം ഓർ മിനിമൈസ് ചെയ്യാം. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ദെൻ EIA encourage adaptation or mitigation strategies in developmental plan. അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ദെൻ കൺട്രോൾ ചെയ്തുകൊണ്ടിട്ടുള്ള ഇമ്പാക്ട് കൺട്രോൾ ചെയ്തിട്ടുള്ള ആക്ഷൻസിനെയാണ് EIA എൻകറേജ് ചെയ്യുന്നത്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് എക്കോസിസ്റ്റത്തിനെ പ്രിസർവ് ചെയ്യുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആക്ഷൻസ് ആണ് EIA എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റ്സ് ഓഫ് EIA നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഗാഥ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്തു ബെനിഫിറ്റ്സ് ഓഫ് EIA? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്
അതെ. Then Cost-effective method to cost eliminate effective. an enemy Yeah, okay. encourages adaptation of mitigation. അതെ അതെ, ഓക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞേ? സെന്റൻസ് വായിക്കാതെ എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞേ. നമ്മൾ EIA എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ കമ്പനിക്ക് വേണ്ടി നമ്മളെ ഓർഗനൈസേഷൻ ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ഡെവലപ്മെന്റ് ആണ് എൻവയോൺമെന്റ് ഫ്രീ ആയി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സമ്മതിക്കുള്ളൂ. അതാണ് കേട്ടോ പറഞ്ഞത്. നന്ദന, ഗുഡ് മോർണിംഗ്. സാരംഗ് സലീലൻ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അത്രയാണ് EIAയുടെ ടോപ്പിക്കിലുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബയോ മിമിക്രി എന്ന് എഴുതാം. നെക്സ്റ്റ് സൈഡിൽ ബയോ മിമിക്രി. ശ്രീരജ് M, എന്താണ് ടോപ്പിക്? ബയോ മിമിക്രി. അശ്വൻ, അനുജിത്ത് VK, ഓഡിബിൾ ആണ് ഞാൻ. അനുജിത്ത് ആൻഡ് അശ്വിൻ. ഓക്കെ, രജിത്ത് പി. ഓക്കെ ഓക്കെ, അശ്വിൻ. നെക്സ്റ്റ് ടോപ്പിക് ബയോമിമിക്രി. അപ്പം കോൺസെപ്റ്റ് നിങ്ങൾ ഓർക്കുക. ബയോമിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ അബ്സോർവ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അതാണ് സംഭവം. അതായത് നിങ്ങൾ നോക്കുക, ബയോമിമിക്രി ഈസ് എൻ ഇന്നോവേറ്റീവ് മെത്തോഡോളജി ടു ഒബ്സർവ് ആൻഡ് ഇൻസ്പയർ ആൻഡ് വാല്യൂ നേച്ചർ ടു ലീഡ് ഫോം ഇറ്റ് ആൻഡ് ഫൈൻഡ് ആൻഡ് ഡിറൈവ് സൊല്യൂഷൻ ഫ്രം നാച്ചുറൽ മോഡൽസ്. ഓക്കെ, ഹ്യൂമൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻവയോൺമെന്റ് അല്ലെ നാച്ചുറലിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ ബയോമിമിക്രി എന്ന് പറയുന്നത്. ഓക്കെ, ബയോ മീൻസ് ലൈഫാണ്, നമ്മുടെ ലൈഫ്. മിമിക്രി മീൻസ് ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റിയൽ ലൈഫിൽ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഡെഫിനിഷൻ അവിടെ എഴുതി വെക്കുക. ബയോമിമിക്രി ടു ഇമിറ്റേറ്റ് ലൈഫ്. ടു ഇമിറ്റേറ്റ് ലൈഫ്. ഓക്കെ, ദെൻ മെയിൻ കോമ്പണൻസ് ഓഫ് ബയോമിമിക്രി. ഒരു ബയോമിമിക്രിയിലെ മെയിൻ കോമ്പണൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, നേച്ചർ ആസ് മോഡൽ. നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ അബ്സോർവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ നേച്ചറിൽ നിന്നാണ്, ഒരു എൻവയോൺമെന്റിൽ നിന്നാണ്. ഓക്കെ, സോ വി ആർ കളക്ടിങ് ഇൻസ്പിറേഷൻ ഫ്രം എൻവയോൺമെന്റ്. എൻവയോൺമെന്റിലുള്ള നാച്ചുറൽ മോഡൽസ് നിന്നാണ് നമ്മൾ ഇൻസ്പിറേഷൻ എടുക്കുന്നത്. ദെൻ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻസിന്റെ കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്നു. ഹ്യൂമൻസിന്റെ കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് വൺ, നേച്ചർ ആസ് മെഷർ. നേച്ചർ ആസ് മെഷേഴ്സ്. അപ്പൊ നമ്മളൊരു കണ്ടുപിടുത്തം നമ്മൾ ചെയ്യാൻ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു നമ്മുടെ എൻവയോൺമെന്റിനെ അല്ലെങ്കിൽ നാച്ചുറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. എന്താണ് ശരിക്കും ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്ത് എങ്ങനെയുള്ള കാര്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ ഉള്ള നമ്മുടെ എൻവയോൺമെന്റിന്റെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ ഹൗസ് നമ്മൾ നിർമ്മിച്ചു എന്നിരിക്കട്ടെ. ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലത്താണ് നമ്മൾ ആ വീട് നിർമ്മിച്ചെങ്കിൽ എന്തായാലും അത് ഒലിച്ചു പോകും. ഇനി നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്തു. സഫീഷ്യന്റ് ആയിട്ട് വാട്ടർ കിട്ടാത്ത ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സറൗണ്ടിങ്സ് ഒബ്സർവ് ചെയ്ത് വർഷങ്ങളായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെന്റ്, എങ്ങനെയാണ് നമ്മുടെ നേച്ചർ ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്റ്റഡി ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
ഏറ്റവും മണ്ടത്തരമായ കുറെ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും മണ്ടത്തരമായ കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അതെന്താണ് ശരിക്കും? നമുക്ക് നമ്മുടെ ആ സിറ്റുവേഷന് പറ്റാത്തത് അല്ലെങ്കിൽ നമ്മളെ കണ്ടുപിടിച്ചു ആ സാഹചര്യം ഇല്ലാത്ത രീതിയിലുള്ള പല കണ്ടുപിടുത്തങ്ങളാണ് മണ്ടത്തരത്തിലേക്ക് പോകുന്നത്. സോ നമ്മൾ മിമിക്രി ചെയ്യുമ്പം അല്ലെങ്കിൽ നാച്ചുറിനെ മിമിക്രി ചെയ്യുമ്പം നാച്ചർ എങ്ങനെയുള്ളതാണെന്ന് ഇയേഴ്സ് ഓഫ് കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ പറയുന്നത് നേച്ചർ ആസ് മെഷർ. ഫൈനലി നേച്ചർ ആസ് മെന്റർ. ഓക്കെ, നമ്മൾ ഒരു ബയോമിമിക്രി ചെയ്തൊരു ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ മെന്റർ എന്ന് പറയുന്നത് നേച്ചർ തന്നെയാണ്. ദെൻ ബേസ്ഡ് ഓൺ ദി എക്സ്ട്രാക്ട് ഫ്രം നാച്ചുറൽ വേൾഡ്, നാച്ചുറൽ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ്ലി ആ എസെൻസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബയോമിമിക്രി ചെയ്യാൻ വേണ്ടിയിട്ട്. 1-2 എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബയോമിമിക്രിയിൽ ഹ്യൂമൻ ഐഡന്റിഫൈ ചെയ്ത കുറെ കാര്യങ്ങൾ. ഹൈ സ്പീഡിൽ ഓടുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഈ ഒരു ഡയഗ്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈ സ്പീഡിൽ ഓടുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കിങ്ഫിഷറിന്റെ കൊക്ക്. അതായത് എന്താണ്, ഫാസ്റ്റ് ആയിട്ട് എയറിനെ എന്താ പറയുക തുളച്ചുകൊണ്ട് സ്പീഡിൽ പോണേല് എന്തേലും നമുക്ക് ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് വലിയ ബൾക്കി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഒരിക്കലും അത്ര സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റൂല. ആ ഒരു ഷാർപ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എയറിന്റെ റെസ്ട്രിക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നത് ഒരുപക്ഷെ കിങ്ഫിഷറിന്റെ ചുണ്ട് ആ ഒരു എഞ്ചിനീയർ കണ്ടത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾ അതിനെ ഒബ്സർവ് ചെയ്തത് കൊണ്ടായിരിക്കാം. ഇതാണ് ഒരു പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പ്രകൃതിയായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ ഹ്യൂമൻ ഡിസൈനിങ്ങിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് റിയൽ ലൈഫിൽ കാണാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ആണിത്. നമ്മൾ എന്ത് ഡിസൈൻ നോക്കിയാലും ഇപ്പൊ ഹൈ എൻഡ് സ്പീഡ് കാറ് അല്ലെങ്കിൽ റേസിന് പോകുന്ന കാറുകൾ, അതിന്റെയൊക്കെ ഡിസൈൻ നിങ്ങൾ നോക്കി ഏറ്റവും പതിഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഷാർപ്പ് എൻഡ് ആയിരിക്കും. എയറോപ്ലെയിന്റെ, മിസൈൽസിന്റെ ഇതൊക്കെ ഷാർപ്പ് എൻഡ് ആണ്. കാരണം എയറിന്റെ റെസ്ട്രിക്ഷൻ കുറക്കണമെങ്കിൽ നമുക്ക് പോയിന്റഡ് ആയിരിക്കണം. ആ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ ഡിറൈവ് ചെയ്ത് വന്നത് കിങ്ഫിഷറിന്റെ നമ്മുടെ ആ ചുണ്ട് മീൻസ് ആ ഒരു ഇത് കണ്ടത് കൊണ്ടാവാം. അതാണ് ഫസ്റ്റ് ഒരു കോൺസെപ്റ്റ്. ഗാഥ മനസ്സിലാവുന്നുണ്ടോ? ഗാഥ, അഖില, ആൽബിൻ തോമസ്, അനുജിത്ത് വി കെ. ഓക്കെ, പിന്നെയുള്ള ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ വൈഡായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ബിൽഡിങ്, അതുണ്ട്. നമ്മൾ ചിതൽപുറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, ചിതൽപുറ്റ് കണ്ട് വൈഡായിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ടെർമിനേറ്റ് ഇതിന്റെ ഒക്കെ ഡിസൈനിൽ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവാം. ഇനി അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് എയറോപ്ലെയിൻ ഇറ്റ് ഇസ് പ്യുവർലി ബേസ്ഡ് ഓൺ ബേർഡ്സ്. ഫ്ലൈയിങ് ബേർഡ്സിന്റെ കണ്ടിട്ടായിരിക്കണം ഹ്യൂമൻ ഒരു പക്ഷെ ഈ എയറോപ്ലെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നത്. ദെൻ നീലത്തിമിംഗലത്തിന്റെ വാല്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം ഒരു പക്ഷെ ടർബൈൻസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കുറെ നേച്ചറിൽ നിന്ന് അബ്സോർവ് ചെയ്ത കുറെ കാര്യങ്ങളെയാണ് നമ്മൾ ബയോമിമിക്രി എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഐഡന്റിഫൈ എക്സാമ്പിൾ ഫോർ ബയോമിമിക്രി. ഐഡന്റിഫൈ എക്സാമ്പിൾ ഫോർ ബയോമിമിക്രി. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു 2 കാര്യം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവും. ഐഡന്റിഫൈ എക്സാമ്പിൾ ഫോർ ബയോമിമിക്രി. നമ്മൾ ഈ ടയർ എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ വോഡാഫോണിന്റെ പരസ്യത്തിൽ കണ്ട് മരങ്ങളൊക്കെ ഉരുണ്ടു പോകുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്നായിരിക്കും ടയർ നമുക്ക് ഭാരം വലിക്കാൻ വേണ്ടി റൗണ്ട് ഒരു കോൺസെപ്റ്റിലേക്ക് പോയത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ റിയൽ ലൈഫിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫാനിന്റെ ഇന്റർവെൻഷൻ, ഫാനിന്റെ കണ്ടുപിടുത്തം. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ടൈഫൽ, സൗരഭ് ശ്രീജിത്ത്. ബയോമിമിക്രി അതായത് എൻവയോൺമെന്റിൽ അബ്സോർവ് ചെയ്തിട്ട് നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ടോ? ശ്രീരജ് എം, സൗരവ്, ടൈഫൽ, എന്തെങ്കിലും എക്സാമ്പിൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? വിശ്രുത്. ഈ തൂവലില് മഷി ഇങ്ക് മുക്കിയിട്ട് പണ്ട് പുരാതന കാലത്ത് നമ്മൾ എഴുതിയില്ലേ, അതിൽ നിന്നും ഒരു പിന്നീട് നമ്മൾ പെൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നു.
പുണ്യ എന്തെങ്കിലും എക്സാമ്പിൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എക്സാമ്പിൾ ഫോർ ബയോമിമിക്രി. ആർക്കും ഒരു എക്സാമ്പിൾ ഇല്ല? ടൈഫൻ. ഓക്കെ, നെക്സ്റ്റ് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ എക്കോളജി എന്നാണ് ടോപ്പിക്കിന്റെ പേര്. സൈഡ് ഹെഡിങ് ചെയ്ത ഇൻഡസ്ട്രിയൽ എക്കോളജി. ഇൻഡസ്ട്രിയൽ എക്കോളജി. Okay, I have take that. It is the study of material and energy flow through industrial system. It's the study of material and energy flow through industrial system. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇമ്പാക്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് വി ഹാവ് ടു കളക്ട് ദി റിസോഴ്സ് ഫ്രം ദി എർത്ത്. ദെൻ ആ ഒരു റിസോഴ്സിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു, അതിനെ ആ റിസോഴ്സിനെ നമ്മൾ കൊമോഡിറ്റീസ് ആക്കി മാറ്റുന്നു. ദെൻ നമ്മൾ അതിനെ സെല്ല് ചെയ്യുന്നു, മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നു. അപ്പം ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിഫറെന്റ് സ്റ്റേജസിൽ ഉണ്ടാവുന്ന എനർജി ഫ്ലോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫ്ലോ, ഇതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ എക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് കൺസേൺ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഡിഫറെന്റ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഓൺ ദി എൻവയോൺമെന്റ്. ഒരു ഇൻഡസ്ട്രിയൽ എക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സിനെ നമ്മൾ എൻവയോൺമെന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തൊട്ട് അതിനെ മാർക്കറ്റിലെത്തി സെല്ല് ചെയ്യുമ്പം അതുവരെ കുറെ പ്രോസസ്സ് വഴിയാണ് ആ ടാസ്ക് നടക്കുന്നത്. അപ്പം ഇൻഡസ്ട്രിയൽ എക്കോളജിസ്റ്റ് ചെയ്യുന്നത് ഈ ഡിഫറെന്റ് പ്രോസസ് ഓർ ടാസ്ക് എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ്, ഓർ ഇമ്പാക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഇൻഡസ്ട്രിയൽ എക്കോളജിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യം. ആ ഒരു കാര്യം കൂടി ഒന്ന് എഴുതിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ എക്കോളജിസ്റ്റ് concern with the impact of different industrial activities on the environment. Impact of different industrial activities on the environment. Okay, ഇത്രയും പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.